മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സമാധാന ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമായി 1 മണിക്കൂർ നീണ്ട ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ പ്രമുഖ ശക്തികളായ തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇസ്ലാമാബാദിൽ ഒത്തുചേരുന്നതിന് തൊട്ടുമുന്നേയാണ് ഈ നിർണായക ചർച്ച നടന്നതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നയതന്ത്ര നീക്കങ്ങൾ ളെക്കുറിച്ച് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം വിശദമായി ചർച്ച ചെയ്യുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിലുണ്ട്. ഇറാനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണങ്ങളെ ഷഹ്ബാസ് ഷെരീഫ് ശക്തമായി അപലപിക്കുകയും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ഇറാനെ അറിയിക്കുകയും ചെയ്തു. സംഘർഷം ഒഴിവാക്കുന്നതിനായി പാകിസ്ഥാൻ നടത്തിവരുന്ന നയതന്ത്ര ഇടപെടലുകളെക്കുറിച്ച് അദ്ദേഹം പെഷഷ്കിയാനോട് വിശദീകരിച്ചു. ചർച്ചകളിലൂടെയും മധ്യസ്ഥതയിലൂടെയും പ്രശ്നപരിഹാരം കണ്ടെത്താൻ പാകിസ്ഥാൻ മുൻകൈ എടുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനായി പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ സ്വാഗതാർഹമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാന്റെ സമാധാന ശ്രമങ്ങളെ അഭിനന്ദിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ചർച്ചകൾക്കും മധ്യസ്ഥതയ്ക്കും വഴി തുറക്കുന്നതിന് പരസ്പര വിശ്വാസം കെട്ടിപ്പടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു. മേഖലയിലെ പ്രമുഖ രാജ്യങ്ങൾ ഒത്തുചേരുന്ന ഇസ്ലാമാബാദിലെ യോഗം വലിയ പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നതും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കനത്ത വ്യോമാക്രമണമാണ് ഇറാൻ നടത്തിയത്. കുവൈറ്റ്, UAE, സൗദി അറേബ്യ, ബഹ്റിൻ, ഒമാൻ എന്നീ 5 GCC രാജ്യങ്ങളിലേക്കാണ് ഇറാനിൽ നിന്നും ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും ഉണ്ടായത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 12 സൈനികർക്ക് പരിക്കേറ്റതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിലെ കെസാദ് പ്രത്യേക സാമ്പത്തിക മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാരടക്കം 6 പേർക്ക് പരിക്കേറ്റു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റഡാർ സംവിധാനം തകർന്നു. ഒമാനിലെ സലാല തുറമുഖത്തേക്ക് ഡ്രോൺ ആക്രമണവുമുണ്ടായി. UAE തലസ്ഥാനമായ അബുദാബിയിലെ കെസാദ് പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്ക് ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആകാശത്ത് വെച്ച് മിസൈൽ പ്രതിരോധിച്ചപ്പോൾ അവശിഷ്ടങ്ങൾ വീണാണ് 5 ഇന്ത്യക്കാർക്കും 1 പാകിസ്ഥാൻകാരനും പരിക്കേറ്റത്. സാമ്പത്തിക മേഖലയിൽ 3 വൻ തീപിടുത്തമുണ്ടായി. രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഒന്നാണ് കെസാദ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നിരവധി ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായത്. റഡാർ സംവിധാനത്തിന് കാര്യമായ കേടുപാട് പറ്റി. ആളപായമില്ലെന്ന് കുവൈറ്റ് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ സലാല തുറമുഖത്തേക്ക് 2 ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ക്രെയിൻ തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്കേറ്റു. സലാല തുറമുഖം താൽക്കാലികമായി അടച്ചു. ബഹ്റിനിലും പുലർച്ചെയോടെ ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം ഇറാൻ കൂടുതൽ ശക്തമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കക്ഷി ചേർന്ന ഹൂതികളും രംഗത്തെത്തി. യുദ്ധത്തിനിടെ ആദ്യമായി ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയതായി യമനിലെ ഇറാൻ അനുകൂല ഹൂതികൾ സ്ഥിരീകരിച്ചു. യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ, ലെബനൻ, ഇറാഖ്, പലസ്തീൻ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ തുടർച്ചയായ ആക്രമണം നടത്തിയതിനു ശേഷമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ പറഞ്ഞു. ആക്രമണം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ നടപടികൾ തുടരുമെന്നും സംഘടന കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.